അത്യന്തം ദുർഘടം നിറഞ്ഞ ഒരു ടെറൈനാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ കാണുന്നത്, ഈ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് മണ്ണിടിഞ്ഞ മേഖല. ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലധികം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ മേഖലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അർജുൻ്റെ ലോറി കുടുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് ഈ 2 വരിയായി തിരിയുന്നത്. ഈ പനവേലി കൊച്ചി ദേശീയപാതയാണിത്. ഇതിൻ്റെ ഈ 2 വരിയായി തിരിയുന്ന ഈ ഭാഗത്താണ് അർജുൻ്റെ ലോറി പെട്ടുപോയി എന്ന് അനുമാനിക്കപ്പെടുന്നത്. ഇവിടെയാണ് ഇനി തിരച്ചിൽ നടത്തേണ്ടത്. ഇവിടെ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇത്രയും ഭാഗത്തെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. നിരവധി JCBകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ചാൽ മാത്രമേ ഈ മേഖലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഏകദേശം ദേശീയപാതയുടെ ഒരു വശത്ത് കുന്നും മറുവശത്ത് ഗംഗാവലി എന്ന് പറയുന്ന പുഴയുമാണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള പുഴയിൽ മലവെള്ളം ഇറങ്ങി കുത്തൊലിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. മറുവശത്ത് ഏത് സമയത്തും വീഴാവുന്ന കുന്നിൻ ചെരുവാണ് ഒരു വശത്ത് കാണുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആദ്യം സംശയിച്ചിരുന്നത് ലോറി ഇവിടെ നിന്ന് ഈ മണ്ണിടിഞ്ഞ് വീഴുന്നതിനൊപ്പം തന്നെ ലോറി ഈ പുഴയിലേക്ക്, ഗംഗാവാലി പുഴയിലേക്ക് വീണു പോയിട്ടുണ്ടാകാമെന്ന നിഗമനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നേവി സംഘം ഈ മേഖലയിലെല്ലാം തന്നെ തെരച്ചിൽ നടത്തി. പക്ഷേ ഇവിടെയൊന്നും ലോറിയില്ല. മറിച്ച് ഈ വശത്ത് തന്നെ, ഈ മണ്ണിടിഞ്ഞ് വീണടക്കുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ട് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം അതീവ ദുർഘടമാണ്. ഈ പാത പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ വ്യാവസായിക ഇടനാഴി എന്നൊക്കെ പറയാവുന്ന ഒരു വഴിയാണ് ഇത്. പനവേലിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്താൻ ഏകദേശം 300 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് എത്താൻ 400 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഗോവയാണ് ഒരുപക്ഷെ കുറച്ചുകൂടി അടുത്തുള്ളൊരു മേഖല. 200 കിലോമീറ്ററിന് അടുത്ത് മാത്രമേ ഗോവയിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനുള്ള ദൂരമുള്ളൂ. ഈ പ്രദേശത്തെല്ലാം തന്നെ ചെറിയ കടകളുണ്ട്, തട്ടുകടകൾ, ചെറിയ ചായക്കടകളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒക്കെ ഈ മേഖലകളിലുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഓരോ ഇടങ്ങളിലും ഓരോ ഘട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ അങ്ങനെ വാഹനം നിർത്തി വിശ്രമിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എന്തായിരുന്നാലും അത്യന്തം ദുഷ്കരമായ ഒരു ഭൂപ്രകൃതി തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്നത്. നേവി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷ തന്നെയുണ്ട്.